നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഗ്രീൻ ടെക് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അനീഷാണ്. ഇന്നത്തെ നമ്മുടെ പരിപാടി നമ്മുടെ ഡീസൽ ബുള്ളറ്റിൻ്റെ റെസ്റ്റോറേഷൻ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ പുക മാറ്റാനായിട്ട് അതിൻ്റെ ടൈമിംഗ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും പുകയുണ്ട്. അതിൻ്റെ എൻജിൻ പണി ഓൾറെഡി എല്ലാം കറക്റ്റ് സെറ്റായിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അതിൻ്റെ നോസിൽ പ്രഷർ കുറവായിരിക്കാം. അപ്പോൾ നോസിലൊന്ന് ചെക്ക് ചെയ്യാൻ കൊണ്ടുപോവുകയാണ്. അപ്പോൾ നോസിൽ പ്രഷർ കറക്റ്റ് ചെയ്തിട്ട്, അതായത് പ്രഷർ കൂട്ടി ഒരു 200 ബാറെങ്കിലും ആക്കാനുള്ളൊരു പ്ലാനാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നിലവിൽ എത്ര പ്രഷറാണ് കിടക്കുന്നത്, അപ്പോൾ പ്രഷർ കൂട്ടുമ്പോഴേക്കും പൊല്യൂഷൻ കുറയുമോ എന്നുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പേ ഉള്ള പുകയുടെ അളവും ശേഷമുള്ള പുകയുടെ അളവും കാണിക്കാം. പിന്നെ വണ്ടി ഇപ്പോഴത്തെ സ്റ്റാർട്ടിങ്ങിൻ്റെ ശബ്ദം കേൾപ്പിക്കാം. അപ്പോൾ അതിന് ശേഷം എന്തൊക്കെ ശബ്ദത്തിന് വ്യത്യാസം ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. വണ്ടി അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇതാണ് ഇപ്പോഴത്തെ വണ്ടിയുടെ കണ്ടീഷൻ. വണ്ടി ഇപ്പോൾ പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് അഴിച്ചൊക്കെ ഇട്ടിരിക്കുക. അപ്പോൾ ഈ കണ്ടീഷനിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇതാണ് പുകയുടെ ഒരു സ്റ്റാറ്റസ്. അത്യാവശ്യം പുക ഉണ്ട്. ഇങ്ങനെ നോക്കി അധികം ഉണ്ടാകത്തില്ല. എൻ്റെ എഞ്ചിൻ ശബ്ദമൊക്കെ ഒന്ന് കേൾക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഇപ്പോഴത്തെ സ്റ്റാർട്ടിങ്ങിൻ്റെ കണ്ടീഷൻ. നമുക്ക് പമ്പിൻ്റെ നോസിലും പമ്പ് ചെയ്യുന്നില്ല, പമ്പ് ഓൾറെഡി പണി ചെയ്തതാണ്. നോസിലിൻ്റെ പ്രഷർ കൂട്ടിയിട്ട് ശബ്ദം നോക്കാം. അപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് നോസിലിൻ്റെ ഒരു ശബ്ദം കൂടുതൽ കേൾക്കുമായിരിക്കും. ചിങ് ചിങ് എന്ന് പറഞ്ഞാൽ നോസിൽ സ്പ്രേ ചെയ്യുന്ന ശബ്ദം കൂടുമായിരിക്കും. പിന്നെ സ്ലോ സ്പീഡ് അല്പം കുറയുമായിരിക്കും, മൈലേജ് കൂടുമായിരിക്കും, പുക കുറയുമായിരിക്കും എന്നുള്ള പ്രതീക്ഷകളിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴത്തെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെട്രോൾ വണ്ടികൾക്ക്, പല വണ്ടികൾക്കും പൊല്യൂഷൻ കിട്ടാത്ത വിഷയമുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ഉടനെ വരുന്നുണ്ടാവും. അപ്പോൾ അതിന് മുൻപേ ഓൾറെഡി എൻ്റെ മറ്റേ ഡീസൽ ബുള്ളറ്റിൻ്റെ പൊല്യൂഷൻ കിട്ടി. അപ്പോൾ എങ്കിലും ഇതിലിപ്പോൾ നമ്മൾ കാണുമ്പോൾ ഇത്തിരി പുകയുണ്ട്. അപ്പോൾ ആ പുക കൂടെ കുറയ്ക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പരിപാടിയെല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും പമ്പ് ഷോപ്പിലോട്ട് പോവാം. ബൈ. നമ്മുടെ വണ്ടിയുടെ നോസിൽ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു സാധനമാണ് നോസിൽ എന്ന് പറയുന്ന സാധനം. എന്താണ്, അപ്പോൾ അതിൻ്റെ പ്രഷർ കൂട്ടാനാണ്. ഇപ്പോൾ ഇത് നോസിലിന് വല്ല കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് കൂടെ നോക്കാം. ഇടയ്ക്ക് സെറ്റ് ചെയ്തിട്ടതാണ്, ഒന്നും പറയാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് വർക്ക്ഷോപ്പിൽ പോകാം. അപ്പോൾ നമ്മുടെ നോസിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രഷർ 180 അങ്ങോട്ട് കിടന്നത്. അപ്പോൾ അതിന് നമ്മൾ 205 ആക്കിയിട്ടുണ്ട്. അതായത് സാധാരണ 205 210 ഇതിൻ്റെ മാക്സിമം പ്രഷർ വരുന്നത്. ആ ഒരു പ്രഷറിലോട്ട് നമ്മളിതിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടിയിൽ ഫിറ്റ് ചെയ്ത് നോക്കിയിട്ട് അടുത്ത പ്രോഗ്രസ് നോക്കാം. ഓക്കെ, ഇന്നലെ നമ്മുടെ വണ്ടിയുടെ നോസിൽ പ്രഷർ കറക്റ്റ് ചെയ്തു. 205 പ്രഷർ ആക്കിയിട്ടുണ്ട്. നേരത്തെ 180 ആ ഒരു റേഞ്ചിലായിരുന്നു, 205 ആക്കി. അപ്പോൾ നമുക്ക് അതിൻ്റെ സ്റ്റാർട്ടിങ് കാണാം, അതിൻ്റെ പുകയുടെ കുറവും കാണിക്കാം. ഓക്കെ, വണ്ടി സ്റ്റാർട്ടാണ്. അപ്പോൾ ഇതാണ് വണ്ടിയുടെ സ്റ്റാർട്ടിങ് കണ്ടീഷൻ. അപ്പോൾ ഇതിൽ നമ്മുടെ പ്രഷർ കൂട്ടിയപ്പോൾ കണ്ട ഒന്ന് രണ്ട് വ്യത്യാസങ്ങൾ പറയാം.
സ്ലോ സ്പീഡ് ഒരു അല്പം കൂടെ കുറഞ്ഞിട്ടുണ്ട്, അതായത് ഐഡ്ലിങ് കിട്ടാൻ ഒരു പാടുണ്ട്. അതുപോലെ തന്നെ അത് നമുക്ക് സ്ക്രൂവിൽ അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ പുകയുടെ അളവ് കുറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പൂർണ്ണമായിട്ട് ഒഴിവായിട്ടില്ല. ഒരുപക്ഷെ നമ്മൾ നോസിൽ ഇളക്കിയിട്ട് തിരിച്ചിടുന്ന സമയത്ത് നോസിൽ കുറച്ച് കരി കൂടെ കയറിയിട്ട് പുകയുടെ അളവ് കുറയാനും മതി. എങ്കിലും നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും കുറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഒരു മൈലേജ് ടെസ്റ്ററാണ് അതിൽ തൂക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ അതിലും നമ്മൾ ഡീസലിൻ്റെ അളവ് വളരെ കുറഞ്ഞായിട്ടാണ് കുറയുന്നത്, അതായത് മൈലേജ് ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ മൈലേജ് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വണ്ടി ഈ ഒരു പരുവത്തിൽ പറ്റത്തില്ല. അതിൻ്റെ മഡ് ഗാർഡും സീറ്റും എല്ലാം കൂടെ വെച്ചതിന് ശേഷം നമുക്കൊരു മൈലേജ് ടെസ്റ്റിംഗ് വീഡിയോ ചെയ്യാം. അത് പെയിൻറ്റിങ് കഴിഞ്ഞതിന് ശേഷം നടക്കത്തുള്ളൂ. അപ്പോൾ സൗണ്ടിലൊന്നും അങ്ങനെ കാര്യമായ വ്യത്യാസമൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്കിതിൻ്റെ ബാക്കി കണ്ടിന്യൂസ് വീഡിയോ പിന്നെ കാണാം. ഇപ്പോഴത്തേക്ക് തൽക്കാലം ബൈ ബൈ.